ഹലോ ഗൈസ്, ജിതിനാണ് യുവർ സ്പിരിച്വൽ ബഡി. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് മാജിക് എന്നതിനെ പറ്റി. ആ വീഡിയോയുടെ കുറച്ച് പോർഷൻസ് കട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ കൈവശം എന്ന് പറയുന്നൊരു ടോപ്പിക്കായിട്ട് ഞാൻ റീലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റീലിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റാണ്, ബ്രോ 2026 അതെ, 2026. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ ഓൾറെഡി നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് തന്ത്രത്തിൽ. അപ്പോൾ ഞാനിത് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് കാര്യമില്ല എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ അനുഭവിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ മനസ്സിലാവാത്തത്. ഈ പറയുന്ന കാര്യങ്ങൾ അനുഭവിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ചിലവർ ഇത് പുറത്ത് പറയുന്നില്ല, ചിലവർക്ക് ഇതെങ്ങനെ ആണ് മാറ്റണം എന്നറിയാതെ നടക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അവർക്കിത് ഉപകാരപ്പെടും എന്ന് തോന്നിയതുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം. കാരണം ഇങ്ങനെയും കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന ടോപ്പിക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ സ്വൈപ്പ് ചെയ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളത് കണ്ട് സംതൃപ്തിപ്പെടുക. പക്ഷേ ഇതുകൊണ്ട് ആർക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ അത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. ഞാനിതിൽ നിന്നും 10 പൈസ ഒരാളുടെ നിന്നും മേടിക്കുന്നില്ല. കാരണം സ്പിരിച്വാലിറ്റിയിലെ കൂടെ ഒരു രൂപ പോലും മേടിക്കരുത് എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നൊരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കർമ്മങ്ങളിലോട്ടും തലയിട്ട് നോക്കാത്തത്. കാരണം ഞാൻ നിങ്ങളുടെ കർമ്മത്തിലോട്ട് വരുമ്പോൾ എനർജി ട്രാൻസ്ഫർ വരും. എനർജി ട്രാൻസ്ഫർ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ തക്കതായ പ്രതിഫലം മേടിക്കണം, അല്ലെങ്കിൽ തക്കതായ സർവീസും നമ്മൾ എടുത്തിരിക്കണം. എനിക്കിത് രണ്ടിനോടും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കർമ്മഫലങ്ങൾ ഞാനൊന്നും പറഞ്ഞു തരാത്തതും. ഓക്കെ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറി ചെയ്തിരുന്നു. അതായത് വശ്യം സത്യമാണോ എന്ന്. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് ചെയ്യുന്നത്, വശ്യത്തെപ്പറ്റി. നിങ്ങൾ ഷഡ്കർമ്മങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. ഷഡ്കർമ്മങ്ങൾ എന്ന് പറയുന്നത് 6 കർമ്മങ്ങളാണ്. അതായത് ഒരു സാധാരണ മനുഷ്യന് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ മാറ്റാൻ, നീക്കം ചെയ്യാൻ വേണ്ടി തന്ത്രത്തിൽ ഉള്ള 6 കർമ്മങ്ങളാണ് ഷഡ്കർമ്മങ്ങൾ. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ ഷഡ്കർമ്മങ്ങളിൽ ചില വേർഡ്സൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ഞാൻ പറയാം ഷഡ്കർമ്മങ്ങൾ. എനിക്കറിയാവുന്ന ഷഡ്കർമ്മങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മോഹനം, വശ്യം, ആകർഷണം, അതേപോലെ ഉച്ചാടനം, മരണം. ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ഷഡ്കർമ്മങ്ങളിലുള്ളത്. ഈ ഷഡ്കർമ്മങ്ങൾ തന്നെ കുറച്ചും കൂടി ചിലത് സപ്തകർമ്മങ്ങളും അഷ്ടകർമ്മങ്ങളും ഉണ്ട്. സപ്ത എന്ന് പറയുന്നത് 7, 8 എന്ന് പറയുന്നത് അഷ്ട, അങ്ങനെയുണ്ട്. ഇതിൻ്റെ ഒരു ബ്രാഞ്ചസ് തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഈ പറയുന്ന വശ്യം അതിനകത്ത് വരുന്നൊരു സംഭവമാണ് വശ്യം. വശ്യം എന്ന് പറയുന്നത് അട്രാക്ഷൻ. എന്തിനാണോ നമുക്ക് ആകർഷണമാക്കാനുള്ളത്, ആകർഷണം ചെയ്യാനുള്ളത്, അതാണ് വശ്യം കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്. ശരിക്കും തന്ത്രത്തിൽ വശ്യം എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടാവും. അതായത് നമുക്കിപ്പോൾ ചില കാര്യങ്ങൾ ഭാര്യ ഭർത്തൃബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം, അതിന് വശ്യം യൂസ് ചെയ്യാം. അതേപോലെ പൈസയുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് വശ്യം യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് മനുഷ്യന് കൂടുതലും താല്പര്യം. അങ്ങനെ കുറച്ച് മാനിപ്പുലേഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് വശ്യം നമുക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരുന്നത് പോയത്. ചില സമയങ്ങളിൽ പേപ്പറിലൊക്കെ വായിച്ചാൽ കാണാൻ പറ്റും, നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിത്തരാം എന്നൊക്കെ പറഞ്ഞ് പല പേപ്പറിലും പരസ്യങ്ങൾ കാണുന്നുണ്ട്. അത്രയ്ക്ക് ഓപ്പണായിട്ട് നമ്മുടെ ബ്ലാക്ക് മാജിക് നമ്മുടെ സൊസൈറ്റിയിലുണ്ട് എന്നേ ഞാൻ പറയുന്നുള്ളൂ. ശരിക്കും വശ്യം ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നല്ലതിന് വേണ്ടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈ പറയുന്ന വീഡിയോ പരമാവധി കുറച്ച് ആളുകൾ കണ്ടിരിക്കേണ്ടതുണ്ട്. ആരൊക്കെയാണെന്ന് ഞാൻ വരുന്ന വഴിക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരാളോട് പെട്ടെന്ന് സ്നേഹം തോന്നുന്നു. അതായത് നിങ്ങൾക്ക് അത്രയും നാൾ അയാളോട് വെറുപ്പായിരിക്കുള്ളൂ, പക്ഷേ പെട്ടെന്ന് സ്നേഹം തോന്നുന്നു എങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾക്ക് വശ്യം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കോ. കാരണം നിങ്ങൾ വെറുക്കുന്ന ഒരാളെ പെട്ടെന്ന് കയറി സ്നേഹിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്, അല്ലേ? പക്ഷേ എന്തെങ്കിലും മാനിപ്പുലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അയാളെ കയറി സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഇത് വശ്യത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ കൂടോത്രത്തിൽ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിലോട്ടൊരു പോയിസൺ എന്ന് പറയുന്നത് വിഷം, അറിയാലോ. ശരിക്കും ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർത്ത് നമ്മൾ പോലും അറിയാണ്ട് തരുന്ന സംഭവമാണ് കൂടോത്രം. പക്ഷേ വശ്യം പലതരങ്ങളിലുണ്ട്. നമ്മൾ ഉള്ളിൽ പോലും അത് നമ്മൾ തൊടാണ്ട് പോലും ചെയ്യാൻ പറ്റുന്ന വശ്യങ്ങളുണ്ട്. ചിലത് മന്ത്രോച്ചാരണങ്ങൾ കൊണ്ടാണ്, ചിലത് തകിട് യന്ത്രങ്ങൾ കെട്ടിയിട്ട്, ചിലത് തിലകങ്ങൾ, അതായത്
കറിക്കൂട്ടുകൾ ഉണ്ടാക്കിയിട്ട്, അതായത് കറിക്കൂട്ടുകൾ എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ട് കുറേ ആയുർവേദ പച്ചമരുന്നുകൾ കൂട്ടിയിട്ട് നമ്മൾ തിലകം തൊടും. ആ തിലകത്തിൽ ആകർഷണമായിട്ട് അവർ നമ്മുടെ കാര്യങ്ങളും നമ്മുടെ വഴിയെ വരും. ഈ പറയുന്ന വശ്യം ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ തന്ത്രത്തിൽ എന്തിനാണ് യൂസ് ചെയ്തിരുന്നത്, അതായത് ദൈവത ചൈതന്യത്തിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മളിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതായത് ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ വേണ്ടിയാണ് വശ്യം യൂസ് ചെയ്തത്. പക്ഷേ ഇപ്പോഴെന്നല്ല, കുറേ നാളുകൾക്ക് മുന്നേ തുടങ്ങിയ വശ്യങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ മാനിപ്പുലേഷൻ ചെയ്യാൻ വേണ്ടി, ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി വശ്യം യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും വശ്യം ബലിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വശ്യം ബലിക്കും, പക്ഷേ ഇതൊരു ടെമ്പററി ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ലൈഫിലോട്ട് വരേണ്ടവർ മാത്രം വന്നാൽ മതി, അല്ലാത്തവരെ വിളിച്ച് വീട്ടിൽ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകും. ഇതേപോലെയാണ് വശ്യത്തിൻ്റെ പ്രശ്നം. അതായത് വശ്യം, നിങ്ങളൊരാളെ വശ്യം ചെയ്യാനാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നിങ്ങളുടെ ചൊൽപ്പടിയിലാകും കുറച്ച് നാളത്തേക്ക്. പക്ഷേ ഇതിനൊരു ടൈം ഫ്രെയിം ഉണ്ട്. ഈ ടൈം ഫ്രെയിം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വശ്യത്തിൻ്റെ പവർ കുറഞ്ഞിട്ട് അയാളുടെ വഴിക്ക് പോകും. അപ്പോൾ എന്ത് പറ്റും, ചിലരൊക്കെ ചെയ്യണ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വശ്യം ചെയ്തിട്ട് ആണായാലും പെണ്ണിനായാലും കല്യാണം കഴിക്കും. പിന്നെ ഇതിനകത്ത് പെട്ട് ലോക്കായി പോകും. ചിലവരൊക്കെ അതിൽ നിന്ന് പുറത്തിറങ്ങി പോകാറുണ്ട്. പക്ഷേ വശ്യം ചെയ്യണോണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വശ്യം ചെയ്യണത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അവിഹിതങ്ങളിലാണ് വശ്യം കൂടുതലും ചെയ്ത് കാണപ്പെടുന്നത്. ഇത് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കുന്നൊരു പരിപാടിയാണ്. കാരണം ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങളും വശ്യം ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണ്, അയാൾ കല്യാണം കഴിച്ചൊക്കെ പോയതായിരിക്കുള്ളൂ, അയാൾക്ക് നിങ്ങൾ തിരിച്ച് വേണം എങ്കിൽ നിങ്ങൾ വശ്യം ചെയ്യണതാണ്. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ഫാമിലിനെ കുട്ടിച്ചോറാക്കിയിട്ടാണ് നിങ്ങൾ അയാളെ തിരിച്ചും കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അപ്പുറത്തു നിന്നുണ്ടാവുന്ന കർമ്മദോഷം അത് തലമുറകൾ പിന്തുടർന്ന് നിങ്ങൾക്ക് പണി കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇപ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തേക്കുള്ള സുഖം അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കുള്ള സുഖങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വംശത്തിലുള്ളവർ അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറകളായിരിക്കുള്ളൂ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്നത്. അത് കണ്ട് സങ്കടപ്പെടാനേ നിങ്ങൾക്ക് നേരമുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വശ്യം പോലത്തുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നമുക്ക് നല്ലതിന് വേണ്ടി മാത്രം വശ്യം വശ്യം ചെയ്യണം, ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ല. വശ്യം അതായത് നിങ്ങളുടെ വൈഫായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാരായിട്ടോ ആരെങ്കിലുമായിട്ടൊക്കെ തല്ലുകൊടുത്തോണെങ്കിൽ നിങ്ങൾ വശ്യം ചെയ്ത് നിങ്ങൾക്ക് അവരെ നിങ്ങളുടെ ഇതിനകത്തോട്ട് കൊണ്ടുവരാം, അവരുടെ സ്നേഹം നിങ്ങൾക്ക് സമ്പാദിക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വശ്യം ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അതേപോലെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികത്തിൽ ഭയങ്കര പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് വശ്യം ചെയ്ത് നിങ്ങൾക്ക് സമ്പത്തിനെ ഉണ്ടാക്കാൻ നോക്കാം. എന്നും പറഞ്ഞ് 1 കോടി രൂപ 10 കോടി രൂപ എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കില്ല. നിങ്ങൾക്ക് വരാനുണ്ടായ ബ്ലോക്ക് ഉണ്ടാവുമല്ലോ, മണി ബ്ലോക്ക്, അത് നിങ്ങൾക്ക് വശ്യം ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ആ ബ്ലോക്കേജ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. കുബേര ഹോമമൊക്കെ ഈ പറയണ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത്, നിങ്ങളിലോട്ട് വരേണ്ട മുടങ്ങി കിടക്കുന്ന സമ്പത്ത് നിങ്ങളിലോട്ട് വരും. എന്നും പറഞ്ഞ് എൻ്റെ വാക്യം കേട്ട് കുബേര ഹോമം നടത്തി നിങ്ങൾ പൈസ കൊണ്ടേ കളയരുത്. ഓക്കെ, നിങ്ങൾക്ക് എവിടെയെങ്കിലും മണി ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ ആ മണി ബ്ലോക്കേജ് എടുത്ത് മാറ്റാൻ പറ്റും എന്ന് മാത്രമേ പറ്റുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ പണിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ. അല്ലാണ്ട് ദൈവത്തിന് നോട്ടടിക്കുന്ന മെഷീനെല്ലാം മുകളിലിരിക്കുന്നത്, പുള്ളി നമ്മൾ പറയുമ്പോൾ ക്യാഷ് എടുത്ത് തരാൻ വേണ്ടി. നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനുള്ള ഇത് കിട്ടുള്ളൂ. പക്ഷേ എടുക്കുന്ന പണി സ്മാർട്ടായിട്ട് എടുക്കാൻ നോക്കുക, ചത്ത് മരിച്ച് പണിയെടുക്കാണ്ടിരിക്കാനും നോക്കുക. അപ്പോൾ ഇതാണ് വശ്യത്തെപ്പറ്റി പറയാനുള്ളത്. പിന്നെ വശ്യം ഞാൻ പറഞ്ഞു, പലതരത്തിൽ വശ്യങ്ങളുണ്ട് എന്ന് പറയുന്നത്. ചിലത് മന്ത്രത്തുകൊണ്ടാണ്, ചിലത് ഈ പറയണ പോലെ ഏലസും തകിടൊക്കെ ആക്കി വെക്കും. ചില വശ്യം എന്ന് പറയുന്നത് ചിലരുടെ മുടി മുറിച്ചിട്ടാകാം, അല്ലെങ്കിൽ നഖം, അല്ലെങ്കിൽ ചവിട്ടിയ മണ്ണ്, ഫോട്ടോ, ഇതൊക്കെ വെച്ചിട്ടും വശ്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഈ പറയണ പോലെ നമുക്കൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകും, ഒരാളെ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ ഞാനും പറഞ്ഞു തന്നു. അപ്പോൾ തന്ത്രം എപ്പോഴും നല്ലതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി തന്ത്രം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർമ്മഫലങ്ങൾ ഉണ്ടാക്കി വെക്കും. പിന്നെ വേറൊരു ജന്മം എടുത്തിട്ട് ഇത് തീർക്കാൻ വേണ്ടി നിൽക്കേണ്ടി വരും. ഈ ഒരു ജന്മം കർമ്മങ്ങളൊന്നും ചെയ്യാണ്ട് ധർമ്മം ചെയ്ത് സായുജ്യം അടയാൻ നോക്കുക. അത് തന്നെയാണ് ഞാൻ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്.